വയനാട് ജില്ലയിൽ പ്രധാനമായും സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി റൂട്ടുകളിലാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി ബസ് ഉടമകൾ പറയുന്നു. പ്രതിദിനം 2000 മുതൽ 5000 രൂപ വരെ നഷ്ടമാണ് ഓരോ ബസ്സിനും നേരിടുന്നതെന്നും സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ജില്ലയിൽ സർവീസ് നടത്തുന്ന 420 സ്വകാര്യ ബസ്സുകളിൽ ഇതിനോടകം 200ഓളം ബസ്സുകൾ സർവീസ് താൽക്കാലികമായി നടത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന് G-ഫോം നൽകിയിട്ടുണ്ട്. ഒരു ബസ്സിന് 2000 മുതൽ 4000, 5000 രൂപ വരെ ഒരു ദിവസം കളക്ഷനിൽ കുറവുണ്ട്. ഈ കുറവ് നികത്താൻ സർക്കാർ വേറൊരു മാർഗവും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നിലവിൽ ഇത്ര ഭീമമായ തുക നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർവീസ് നടത്താൻ നമുക്ക് സാഹചര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമകൾ G-ഫോം കൊടുക്കുകയാണ്. G-ഫോം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ലാഭകരമായി സർവീസ് നടത്താൻ കഴിയാത്തത് മൂലം സ്റ്റോപ്പേജ് കൊടുക്കുന്നതാണ് G-ഫോം. ആ G-ഫോം പ്രകാരം എല്ലാ ഉടമകളും G-ഫോം കൊടുത്തുകൊണ്ട് ഈ സമരത്തിൽ സ്വയം സമരത്തിന്റെ ഭാഗമാവുകയാണ്. ഓഗസ്റ്റ് 1 മുതലാണ് ഈ സമരം ആരംഭിക്കുന്നത്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമ സംഘടനകളും തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്ന് ജൂൺ 29 ജില്ലയിൽ സൂചനാ സമരം സംഘടിപ്പിക്കും. അന്നേ ദിവസം ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവെച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ചും നടത്തും. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് സർവീസുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, വയനാട്.